ഉപയോഗിക്കുന്നില്ല. വെള്ളം നന്നായിട്ട് ഇപ്പോഴും ഞങ്ങൾ വർക്ക് ചെയ്യിക്കുന്നില്ല. അതാ അന്നേ തന്നെ ഇല്ല, പറ്റത്തില്ല. അടി കിട്ടുന്നുണ്ട് തീയെ അടി കിട്ടുന്നില്ല. പാറയാ മൊത്തം പറ്റുന്നതല്ല. പക്ഷെ ഉപയോഗിക്കുന്നവരെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഈ വെള്ളം ഒന്നും അണയ്ക്കാൻ പോയി എടുക്കുന്നില്ല. ചെറുതായിട്ട് കിട്ടിയിരുന്ന സെറ്റാക്കി എടുത്താണ്. പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ രാമൂരത്ത് കടനാട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മരങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാണുന്ന വിശ്വാസിൻ്റെ ഒരു കമ്പനിയാണ് കാണുന്നത്. നേരത്തെ ഇത് 4ാമത്തെ വീഡിയോ ആണ്. വിശ്വാസിൻ്റെ കമ്പനിയുടെ ഫ്രണ്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബെന്നിച്ചൻ എന്ന് പറഞ്ഞ ഒരു കുടുംബമാണ്, ഒരു ഫാമിലിയാണ്. ഇവർ ഇവിടെ നേരത്തെ പോലെ തന്നെ ഇവർ ആശിച്ച ഒരു വീടൊക്കെ വെച്ച് ഇവർ സ്വസ്ഥ സമാധാനമായിട്ട് ജീവിക്കുകയാണ്. ഇതാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണർ. ഇതാണ് ഈ കിണറ്റിലെ വെള്ളം ഇവർക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം കക്കൂസ് മാലിന്യത്തിന് തുല്യമായുള്ള വെള്ളമാണ് ഇവിടുന്ന് വന്നത്. കാരണം ഇതിൻ്റെ മൊത്തം അഴുക്കാണ്. അപ്പോൾ ഈ വെള്ളം പരിശോധിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് മാലിന്യം ആണോ എന്നാണ് അവിടെയുള്ള അധികാരികൾ ചോദിച്ചത്. അപ്പോൾ ഒരു സത്യസന്ധമായ ഒരു റിപ്പോർട്ട്, അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റി ഒക്കെ ഇവിടെ വന്ന് പരിശോധിക്കണം. ഇവിടുത്തെ ഈ വെള്ളം തന്നെ ആണ് ഇതുപോലെ തൊട്ട് താഴെ തന്നെ ഇവിടുത്തെ കിണറ്റിൽ ഇങ്ങനെയാണെങ്കിൽ തൊട്ട് താഴെയും ഇതുപോലെ തന്നെ കിണറുണ്ട്. ആ കിണറ്റിലെ വെള്ളമാണ് ഇവരുടെ ഭക്ഷണ ആവശ്യങ്ങൾക്കായിട്ടും വിദേശത്തേക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാംക്രമിക രോഗങ്ങൾ ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഇവിടുന്ന് രാത്രി സമയങ്ങളിൽ ഇവിടുന്ന് വരുന്ന ആ വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആ കാണുന്ന ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അകത്ത് കർട്ടനുണ്ട്. ഈ കർട്ടനെല്ലാം ഭേദിച്ച് സമാധാനമായിട്ട് വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. വീടിനുള്ളിൽ മൊത്തം വെട്ടമായിരിക്കും. കാരണം ഇവിടുന്നുള്ള ലൈറ്റിന് എല്ലാം ഇവിടുന്ന് ഈ ഫാക്ടറിയിൽ നിന്നുള്ള ലൈറ്റ് സംഭവങ്ങളെല്ലാം മൊത്തം വന്നിട്ട് ഇവരുടെ വീട്ടിലേക്ക് അടിപ്പിച്ചിട്ട് വീടിൻ്റെ മുറിക്ക് ഉള്ളിൽ മൊത്തം വെട്ടമായിരിക്കും. ഇവർ പറയുന്ന ഈ വെട്ടം മൊത്തം കെടുത്തിയാലും ഇവർക്ക് ഈ മുറിക്ക് അത് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൂടാതെ ഈ വീടിൻ്റെ മുറ്റത്തോടെ സ്വസ്ഥവും സമാധാനമായിട്ടും നടക്കാൻ പോലും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ തൊട്ടപ്പുറേ കാണുന്ന ആ വലിയ മതിലിൻ്റെ സൈഡിൽ കൂടെ മൊത്തം ക്യാമറ വെച്ചാക്കുവാണ്. അപ്പോൾ ഇവിടെ കുട്ടികളും പിള്ളേരൊക്കെ ഉള്ളതാണ്. സമാധാനമായിട്ട് മുറ്റത്തോടെ ഒന്ന് ഓടിക്കളിച്ചോ ഒരു സർവ്വസ്വാതന്ത്ര്യമായിട്ടൊരു പ്രൈവസി ഈ വീട്ടുകാർക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ക്യാമറയുടെ ശല്യം കാരണം ഇവരെ ഗേറ്റിൻ്റെ കവാടം തന്നെ ഒന്നോടെ മാറ്റി വെച്ചിരിക്കുന്നു. പക്ഷേ ഒരു നീതി നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇത് പക്കാ ഗുണ്ടായിസമാണ്. ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ ചെന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള സംഭാവനകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റാം എന്നൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കിണറിനുപരി ഇവിടെ ഒരു 10-15ഓളം കിണറുകൾ ഇതുപോലെ തന്നെ മാലിന്യമായിട്ട് അടഞ്ഞ് പോയിരിക്കുകയാണ്. ഈ കിണറ്റിലെ വെള്ളമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഇവിടെ ഒരു 10-15 കിണറുകളെടുത്ത് ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ വെള്ളം പോലും സ്വന്തം പുരയിടത്തിൽ നിന്നും പോലും കുടിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് ആയിപ്പോയിരിക്കുകയാണ്. എന്താണെങ്കിലും വരുന്ന ആളുകളിൽ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ ഞാൻ പറയുന്നു, ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ഉന്നതാധികാരികൾ ഈ പ്രദേശത്ത് വന്നിട്ട് ഇവിടെ സ്ഥലം MLA MP ഒക്കെ വന്ന് ഈ പ്രദേശത്ത് വന്നിട്ട് ഈ വീട്ടുകാരുടെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കുക. വോട്ട് മേടിക്കാൻ മാത്രം ഇങ്ങോട്ട് ഓടി വന്നാൽ പോരാ, മറിച്ച് ഈ നാട്ടുകാരുടെ വിഷമങ്ങളെ ഒന്ന് ഉൾക്കൊള്ളുക. കാരണം ഇവിടുത്തെ MPനെയും MLAനെയൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇവർ ഫോൺ എടുത്തില്ല എന്നൊക്കെ ഒരു സൂചനയാണ് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ വീട്ടുകാരുടെ വിഷമത്തിൽ നിങ്ങൾ പങ്കാളിയാകാനൊന്നും പറയുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇങ്ങനെയുള്ള ഫാക്ടറികൾ കൊണ്ട് പ്രവർത്തിക്കാനുള്ള അനുമതികൾ കൊടുക്കുക. ജനങ്ങളുടെ ജീവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഫാക്ടറികളല്ല ഈ നാടിന് ആവശ്യം. ഇവിടെ മൊത്തം ജനനിബിഡമായ ഒരു സ്ഥലമാണ്. വളരെയധികം വീടുകളുണ്ട്. ഇവിടുന്ന് മീനച്ചിലാറ്റിലേക്ക് അധിക ദൂരമില്ല, 10 കിലോമീറ്റർ കഴിഞ്ഞ് മീനച്ചിലാറ്റിലേക്കാണ്. ഈ ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളമാണ് ഈ പ്രദേശവാസികളെല്ലാം കിണർ വഴി ഈ തോടിൻ്റെ അരിയിലും പുഴയുടെ അരിയിലൊക്കെ കുഴിച്ചിരിക്കുന്ന കിണർ വഴി വെള്ളം അടിച്ച് ഈ പ്രദേശവാസികൾ തന്നെ കുടിക്കുന്നത്. അപ്പോൾ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഉന്നതാധികാരികൾ ഇത് കാര്യമായിട്ട് പരിഗണിച്ച് ഈ ഫാക്ടറികളെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇത് പൂട്ടിപ്പോകണമെന്നൊന്നും പറയുന്നില്ല. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇങ്ങനെയുള്ള ഫാക്ടറികൾ പ്രവർത്തിക്കുക, ഇതുപോലെ ജനനിബിഡമായ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ ജീവനെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ പ്രദേശവാസികളെല്ലാം സാംക്രമിക രോഗത്താൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണെങ്കിലും വളരെ വേദനാജനകമാണ്.
വഴിയിൽ നിന്ന് വേസ്റ്റ് വെള്ളം ഉണ്ടെന്ന് കണ്ടാൽ ഡ്രെയിനേജ് ഇട്ടേക്കണേ മറ്റേ അവരുടെ ആ ഫാക്ടറി പുതിയതായിട്ട് പറഞ്ഞ ബിൽഡിൻ്റെ അവിടുന്ന് വേസ്റ്റ് ഡ്രെയിനേജ് ഇട്ടിട്ട് ഈ റോട്ടിൽ കൂടെ ഒഴുകിയാണ് ഈ ഓട വന്ന് വീഴുന്നത്. അത് ഇപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴുകി കിടക്കണം. അപ്പോൾ ആ ഇടയ്ക്ക് ഒഴുകുന്ന ചാലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മഴക്കാലത്തൊക്കെ ആകുമ്പോഴത്തേനും അവിടെ ഒരു വണ്ടി നിർത്തി ഞങ്ങൾക്കാണെങ്കിൽ ഒന്ന് ഇറങ്ങണമെങ്കിൽ അവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ അവിടെ നിലത്തിറങ്ങാതെ ഒന്നും ഗേറ്റ് തുറക്കാൻ പറ്റില്ലല്ലോ. ഈ സൈഡ് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അതുപോലെ ആ സൈഡ് ചെളിഞ്ഞായിരിക്കും എടുക്കണം മഴക്കാലത്ത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അതെല്ലാം ഉണങ്ങി പോകുന്നുണ്ട്. ഈ വെള്ളം മുഴുവൻ ഈ തോടിൻ്റെ അടിയിൽ കൂടെ മാലിന്യങ്ങളാണ് ഈ പ്രദേശം മൊത്തം. കാക്കശല്യം കാണുമായിരിക്കും അല്ലേ? കാക്കശല്യം. Kaka is picking up all the coconut shells and dropping it on the roof of my house. And the coconut shells rolls down into my what is that drainage pipe and blocks it. വെള്ളം ഒഴുകി പോകുന്ന പൈപ്പിൻ്റെ അടുത്തേക്ക് കാക്ക കൊണ്ട് ഈ കോക്കനട്ട് ഷെല്ല് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്നായിരിക്കും അവസ്ഥ? അതുപോലെ ഇത് കാക്കയുടെ ചുണ്ടേന്ന് ഇത് വന്ന് വീണ് കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഇട്ടാക്കുന്ന കെട്ടണമെങ്കിൽ പൊത്തോന്നായിരുന്നു ഒച്ച വരുന്നത് അല്ലേ? Just like some big cracker sound comes when this crow drops the coconut shell. And a few months back, one Bengali fellow collected 2 sacks full of coconut shell from dropped by the crow from his yard. എന്തൊരവസ്ഥ! അതുപോലെ കണ്ടെയ്നർ കൊണ്ടുവന്നിരുന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇടും. കണ്ടെയ്നർ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു വണ്ടി ഇങ്ങോട്ട് വന്ന് കയറ്റിയിട്ട് യൂഷ്വലി ഓപ്പോസിറ്റ് ഇടുമ്പോൾ നമുക്ക് വണ്ടി ഇവിടുന്ന് വളച്ചെടുത്ത് പോകാൻ പാടാം. അവരോട് ഇടയിലെന്ന് പല പ്രാവശ്യം വന്നാലും ചിലപ്പോൾ പറയും ഞങ്ങൾ ഒരു 3-4 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വന്നിട്ടുണ്ട്. വീണ്ടും വാക്കുകൊണ്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല, വണ്ടി ഇറക്കാൻ പാടാന്ന്. ഒരു പ്രാവശ്യം എന്തോ അത്യാവശ്യം വന്ന് ഇറക്കാൻ വേണ്ടി എനിക്ക് തന്നെ ഒരു 25 മിനിറ്റോളം എടുത്തൊന്ന് മാറ്റി തരാൻ. ഇവിടെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടില്ല. എന്നിട്ട് നമ്മൾ പറഞ്ഞു കഴിയുമ്പം അവരുടെ മാനേജറെ വിളിക്കും. മാനേജർ അവരുടെ ഓണറെ വിളിക്കും. ഓണർ വിളിച്ചു എന്തെങ്കിലും ഒരു ഞങ്ങൾക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഒരു ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര നേരം നിന്ന് കഴിഞ്ഞാൽ വന്ന് ആ വണ്ടി മാറ്റി. ഇപ്പം ഞങ്ങൾ എന്ന് പറയും ഓരോ പ്രാവശ്യം വന്നിരുമ്പോൾ ഇച്ചിരി അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇറക്കിയിടാൻ പറയും. പല പ്രാവശ്യം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ. ഈ റോഡിന് വീതിയില്ല. ഉള്ള റോഡ് ഒതുക്കിയിട്ടാണ് ഇതുപോലെ തന്നെ ഒരു 5-8-10 മീറ്റർ ഹൈറ്റ് ഒരു മതിൽ പണിത് വെച്ചേക്കുന്നത്. എന്നാൽ ഒരു മാന്യതയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് വീതിയെങ്കിലും ഇടാൻ വരെ. ഇത്രയും ലോഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇതൊന്നും അല്ല ഞങ്ങളുടെ പ്രശ്നം. ഈ വഴിക്കുപരി ഈ പ്രസ്ഥാനം നിങ്ങൾ ഇവിടെ പറ്റത്തില്ല. എത്രയും പെടുന്ന നിയമവിദഗ്ധർ ഇതൊരു അപേക്ഷയായിട്ട് തന്നെ പരിഗണിച്ച് ഈ നാട്ടുകാർക്ക് സ്വസ്ഥ സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.